ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് KPSTA സ്വദേശ് മെഗാ ക്യൂസ് 2026 ഇന്ന് നടന്ന ചോദ്യ പേപ്പറാണ് കേട്ടോ. LP വിഭാഗത്തിൻ്റെയാണ്. അപ്പോൾ ഇന്ന് 11/8/2026 ആണ് ഡേറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ജനിച്ച വർഷം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ജനിച്ച വർഷം ഏതാണ്? ഉത്തരം 1869. ചോദ്യം 2. ജവഹർലാൽ നെഹ്റു ജനിച്ച സ്ഥലം എവിടെയാണ്? ജവഹർലാൽ നെഹ്റു ജനിച്ച സ്ഥലം എവിടെയാണ്? ഉത്തരം അലഹബാദ്, പ്രയാഗ്രാജ്. ഈ രണ്ട് പേരുകളിലും അറിയപ്പെടുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം K. കേളപ്പൻ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നേടിയ രാജ്യം ഏത്? 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നേടിയ രാജ്യം ഏത്? ഉത്തരം സ്പെയിൻ. ചോദ്യം 5. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവമായിരുന്നല്ലോ ഉപ്പു സത്യാഗ്രഹം. അത് നടന്ന വർഷം ഏത്? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവമായിരുന്നല്ലോ ഉപ്പു സത്യാഗ്രഹം. അത് നടന്ന വർഷം ഏത്? ഉത്തരം 1930. സ്വാതന്ത്ര്യ സമര കാലത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി ആരാണ്? സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി ആരാണ്? ഉത്തരം ഗാന്ധിജി. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ മലയാളി വംശജൻ ആരാണ്? ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യ മലയാളി വംശജൻ ആരാണ്? ഉത്തരം അനിൽ മേനോൻ. ചോദ്യം 8. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം സരോജിനി നായിഡു. ചോദ്യം 9. ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരെന്താണ്? ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരെന്താണ്? ഉത്തരം ചാച്ചാജി. ഇന്ത്യയിൽ ഗാന്ധിജി നേതൃത്വം കൊടുത്ത ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? ഇന്ത്യയിൽ ഗാന്ധിജി നേതൃത്വം കൊടുത്ത ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? ഉത്തരം ചമ്പാരൻ. 2026 ജൂൺ 2 ആരംഭിച്ച കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ദൗത്യത്തിൻ്റെ പേരെന്താണ്? 2026 ജൂൺ 2 ആരംഭിച്ച കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ തുഫാൻ. ചോദ്യം 12. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 13. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഈ വർഷം നേടിയ മലയാളി ആരാണ്? മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഈ വർഷം നേടിയ മലയാളി ആരാണ്? ഉത്തരം മമ്മൂട്ടി. കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നതാരാണ്? കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നതാരാണ്? ഉത്തരം മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. ചോദ്യം 15. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ അല്ലെങ്കിൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ.
ചോദ്യം 16. അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തെയാണ്? അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തെയാണ്? ഉത്തരം ഭഗവത്ഗീത. ചോദ്യം 17. വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വര്യണയെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാരാണ്? വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരേണ്യയെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജനുവരി 26-ന്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ച വ്യക്തി ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ഉത്തരം 1919. ഇനി നമ്മൾ ടൈ ബ്രേക്ക് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ചോദ്യം 1. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന വർഷം? ഉത്തരം 1915. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ഏത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്? ഉത്തരം ശിശുദിനം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ധീര വനിതയാരാണ്? ഉത്തരം അക്കാമ ചെറിയാൻ. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ഉത്തരം കിലിയൻ എംബാപ്പെ അല്ലെങ്കിൽ എംബാപ്പെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.